ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചിക്കൻ ഷവർമ്മ. അപ്പോൾ അതിലേക്കായി നമ്മൾ ചിക്കൻ ആദ്യം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് നമ്മൾ നോർമൽ മസാലകളൊക്കെ പറ്റി ഫ്രൈ ചെയ്യാനിടാം. നമ്മൾ വീട്ടിൽ ചെറിയ പീസുകളാക്കി ഫ്രൈ ചെയ്യുമല്ലോ, സെയിം തന്നെ പീസുകളാക്കി എടുക്കാം. പിന്നെ അതിൽ നിറയ്ക്കുന്നതിനായിട്ടുള്ള വെജിറ്റബിൾസ്, അത് ക്യാരറ്റ്, കാബേജ് എന്നിവ ചെറുതായി ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചോപ്പറിൽ ഇട്ട് ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പണി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ചോപ്പറാണ്. അങ്ങനെ പ്രസ് ചെയ്ത് കിട്ടുമ്പോൾ ചെറിയ പീസുകളായിട്ട് നമുക്കിത് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ചെറിയ പീസുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ നോക്കാം, അത് പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ അത് മറച്ചിടണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ വെന്ത് കിട്ടും. ഇനി ഇതേപോലെ തന്നെ ക്യാരറ്റ് ചെറിയ പീസുകളാക്കിയിട്ട് വീണ്ടും ചോപ്പറിലിട്ട് അതും ഇതേപോലെ തന്നെ പീസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും കാബേജും റെഡിയായി. പിന്നെ സവാളയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ സമയം നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി കഴിഞ്ഞിരിക്കുകയാണ്, വെന്തു. അപ്പോൾ നമുക്കത് ഒരു സ്റ്റീൽ പാത്രത്തിൽ പകർന്ന് ചൂടാറാൻ വയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതും ഇതേപോലെ തന്നെ ചെറിയ പീസാക്കണം. അപ്പോൾ നമ്മുടെ ചോപ്പർ ഉരുകിപ്പോകാതിരിക്കാൻ ഇത് ആദ്യം നന്നായി തണുപ്പിക്കുക. എന്നിട്ട് ചോപ്പറിലിട്ടിട്ട് വീണ്ടും ചെറിയ പീസാക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാത്രമെടുത്ത് ഈ കാബേജ്, ക്യാരറ്റ്, പിന്നെ സവാള അരിഞ്ഞത് എല്ലാം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ മയനൈസ് ചേർക്കുക. ഈ മയനൈസ് ഉണ്ടാക്കുന്ന ഷോർട്സ് ഞാൻ മുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്താൽ അത് മനസ്സിലാകും. അതിനുശേഷം ചോപ്പ് ചെയ്തെടുത്ത ചിക്കൻ. അപ്പോൾ ചിക്കൻ നന്നായി ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് പേടിക്കാനില്ല, നല്ല വെന്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം ഇന്ന് നമ്മൾ പൊറോട്ടയിലാണ് ചെയ്യുന്നത്. അപ്പോൾ പൊറോട്ട പുറത്തുനിന്ന് മേടിച്ചതാണ്. ഇത് നന്നായി നേർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ സ്റ്റഫ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കുന്നത് കാബേജ്, ക്യാരറ്റ്, സവാള, പിന്നെ മയോനൈസ്, പിന്നെ ചിക്കൻ, പൊറോട്ട. ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. പിന്നെ ടേസ്റ്റിന് അനുസരിച്ച് നമുക്ക് വേറെയും ഐറ്റംസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം. അതായത് പൊറോട്ടയ്ക്ക് പകരം കുബൂസോ ചപ്പാത്തിയോ റുമാലി റൊട്ടിയോ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ മറ്റ് ഐറ്റംസ്, അതായത് ഇൻഗ്രീഡിയൻസ് സ്റ്റഫ് ചെയ്യുന്നതിനായിട്ട് വേറെയും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം.